നമ്മള് സ്ഥിരമായിട്ടൊരു പണ്ടേ ഉള്ളൊരു കസ്റ്റമർ ഉണ്ട്, രാജുവട്ടെ. അപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടുപോകുക. അപ്പൊ റാന്നി എന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ രാജുവേട്ടൻ പണ്ട് മുതലേ നമ്മള് കുറേ ആയി എപ്പോഴും ഫോണ് വിളിക്കുന്നല്ലാതെ ഇതുവരെ രാജുവേട്ടൻ വിളിക്കുന്ന ഇതുവരെ. രാജുവേട്ടാ, നമ്മളിവിടെ ഡെയിലി ഫ്രഷ് പച്ചമീന് മീൻ കടയുണ്ട് ഒരു ടിപ്പറം. ബൈപ്പാസ് കേറി ഇവിടെ ഒരു ബിയർ ആൻഡ് വൈന് ബോർഡ് കാണുന്നുണ്ട്. ബിയർ ആൻഡ് വൈന്. ചുറ്റിക്കൊണ്ടിക്ക. അപ്പൊ turn right toward Ittiyapara bus station road, then turn right onto Ittiyapara bus station road. മാത്രം സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതുവരെ നമ്മളിതുവരെ പോകുമ്പോഴൊക്കെ വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ ഫോൺ എടുക്കാതെ പിന്നെ ടൗണിൽ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്താ നേരത്തെ വിളിക്കാഞ്ഞെന്ന് പറഞ്ഞിട്ട് Head south on Punalur, move to Puja Highway toward Rani, Valiyakulam, Athikayam Road. In 600 meters, turn right. നമുക്ക് കണ്ടാൽ അറിയില്ല, പുള്ളിക്കാരൻ പറയാ ഞങ്ങളെ കണ്ടാൽ അറിയാലോ, അതുകൊണ്ട് വാ ഫോൺ എടുത്ത് നോക്കട്ടെ എവിടെയുള്ള നോക്കട്ടെ. എവിടെയാ? ഇളം പച്ച ഷർട്ട് അല്ലേ? ശരി 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 ശരി. ചുമല സഞ്ചി ഉണ്ട് അല്ലേ? അത് ഇളം പച്ച ഷർട്ട് നോക്കിയാ, ഇളം പച്ച ഷർട്ട്. നമ്മള് ടാറ്റ പഞ്ച് ഒരു നോക്കട്ടെ. ഇളം പച്ച കാണിക്ക്. ചുമല സഞ്ചി പിടിക്കത് അതൊന്നല്ല പുള്ളിക്കാരൻ നല്ലത്. ഇതാണ് ആള്. വണ്ടിക്കേരി ഓ നമ്മൾ രാജവണ്ണ കാണാൻ വരുന്നല്ലേ? വീട്ടിലെന്താ പോയി പറഞ്ഞു തന്നിട്ട്? Head east, then turn left. ഇത് ഇവിടെ ചിപ്പി ആയിരുന്നു, അവരെ ഞങ്ങൾക്ക് മാറ്റി ഇപ്പം പാൽക്കൂണ് ട്രൈ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. അല്ല, ഇത് കൂണൊന്നും പറിച്ചില്ല. ഇതല്ലേ കൂണ്? അതെ, നാളെ ഒരാൾ കുറച്ച് വേണമെന്ന് പറഞ്ഞു, ഒരു 5 എണ്ണം ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10-30 പാക്കറ്റ് നാളെ വേണം. അപ്പോൾ അതിനുകൊണ്ട് ഇത് പിന്നെ അറിഞ്ഞുകൊണ്ട് അങ്ങ് പറിക്കാം. അച്ഛൻ കൂടെ നൂറാനുണ്ടെന്ന് തോന്നുന്നു. ഇത് പക്ഷേ നാളത്തേക്ക് ഓവറാവും, കുറച്ച് കഴിയുമ്പോൾ പറിക്കും. എങ്ങനെയുണ്ട്? പാൽക്കൂണല്ലേ? വരുമോ എന്ന് സംശയം. ഇത് സംഭവം നമ്മൾ പറഞ്ഞു ഇത്രയും ഉണ്ടല്ലേ? ഇത്രയും. രാജോട്ടെ എന്നോട് കേസിങ് ഇട്ടത് ഏകദേശം 20 എണ്ണത്തിന് ഇടേണ്ടത് 6 എണ്ണത്തിന് ഇട്ട് തീർത്തു കേസിങ്. ഇത് ഇത്രയും കേസിങ്ങാ, ഇത്ര കേസിങ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു പുറത്തു വരാൻ വേണ്ടി. വന്നില്ലേ? പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ അപ്പം ഞാൻ ആദ്യം കാൽസ്യം കാർബണേറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഇട്ടപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്തോ തൂക്കം 200 ഗ്രാമൊക്കെ ആയിട്ടുള്ളൂ. ഇതൊന്നും ആയില്ലല്ലോ, ഇതിന് വലുതാനില്ലേ? ഇതിൽ പറിച്ചോ? ഏതെങ്കിലും ഹാർവെസ്റ്റ് ചെയ്തോ? പറിച്ചെടുത്തോ? 4 എണ്ണത്തിൽ നിന്ന് പറിച്ചു. ഇത് രണ്ടാമത് വന്നോ? അല്ലല്ല, ഇത് ഇന്ന് പറിച്ചു. ഇത് ഇന്ന് പറിച്ചു കൊണ്ടുപോയി. അത് ശരി. വിറ്റില്ല, വീട്ടിൽ ഇരിപ്പുണ്ട്. ആദ്യത്തേക്ക് നമ്മൾ കറി വെച്ചിട്ട് കൊടുക്കാം. ഇത് റബ്ബർ ബാൻഡ് ഇട്ടൂടെ? ഇതെന്തെങ്ങനെ കെട്ടിയിടുന്നത്? റബ്ബർ ബാൻഡ് അല്ലേ? മതിയോ? പിന്നെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊക്കെ എന്തിനാ വെറുതെ ബാക്കി വെക്കുന്നത്? ഇത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അങ്ങ് കളഞ്ഞേക്കണം, മുറിച്ചിട്ട്. ബാക്കി വെക്കണ്ട. അതായത് ഇതിങ്ങനെ തന്നെ കൂണ് കിട്ടും. ഇതോ ഇത് കേസിങ് ഇടാൻ വേണ്ടിയാ. ഇത് മിൽക്കി അല്ലേ? ഡേറ്റ് കഴിഞ്ഞതാ. ഡേറ്റ് ഓക്കെ, ഇത് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അന്ന് കേടായ കൂണിൽ വിറ്റില്ല. ഈ ചിപ്പിക്കൂണ്ട് ഞാൻ പറഞ്ഞത്, ഈ പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടുന്നതിന് പകരം
അല്ല ഈ വള്ളി കൊണ്ട് കെട്ടുന്നതിന് പകരം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള വെറുതെ കിടക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഇത് കാണാൻ ഭംഗിയുണ്ടാവില്ലേ? ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളം കണ്ടില്ലേ, ഇത് അഴുക്കാവും. ചെയ്യാന്തേ താഴെ ഒരു നിലയുണ്ടേ. ഇത് റോഡിന് നിലപ്പാക്കിട്ട് അല്ലേ? ശരി. ഇത് ഞാൻ വാങ്ങിച്ചതാ, വീട് വാങ്ങിയതാ? 2019 വാങ്ങിച്ചതാ. 19 വാങ്ങിയതാ. ഇതെന്തുവാ? ഇത് വെള്ളം, വാട്ടർ ടാങ്ക്, മുനിസിപ്പാലിറ്റിയുടെ. ഓ, ചെരുപ്പിട്ടോ കേട്ടോ, ചെരുപ്പുന്നുണ്ടോ? ഓ, ആടെ ഇത് ഭയങ്കര സെറ്റപ്പാന്നല്ലോ. ഇവിടെ അല്ലേ? ഇതെല്ലാം വരയ്ക്കാണ്ടല്ലോ രാജേട്ടാ. ഇത് ഇനി വൈകിട്ട് നാളെ സെക്കൻഡുള്ള. അതെന്താ ഫാൻ ഓഫ് ആക്കിയേ? അത് ഫാന് കറണ്ട് സപ്ലൈ ഇല്ല ഇപ്പോൾ. ഇല്ല, കറണ്ട് അത് ഇടാനൊക്കത്തില്ല, ഭയങ്കര ചാർജാ. ഇത് 5V കണക്ഷൻ എടുക്കുക നമ്മൾക്ക്, എന്നിട്ട് പിന്നെ ഇതാക്കാം, എന്തോ സ്ഥിരമായിട്ട് ഇടാം. കാരണം ഇത് വായുസഞ്ചാരം കുറവാ, കാണുന്നില്ലേ? കൂണ് നീണ്ടു പോകുന്നുണ്ടാ. ഇത് ഒരു ഹെവി പിന്നെ ഇതാ, നീണ്ടു പോയിട്ട് കാണുന്നില്ലേ? നീണ്ടു പോകുന്നതുകൊണ്ട് ഈ മേളത്തെ ഒക്കെ. അതെ, അത് ഒരു 2-3 ചെറിയ എക്സോസ് ഫാൻ കൊടുത്താലോ? എക്സോസ് ഫാന് കൊടുത്തു കഴിഞ്ഞാൽ നീണ്ടു പോവില്ല, വിരിയും. ഇതിപ്പോൾ നീണ്ടിട്ട് കാണുന്നില്ല. ഇത് ഇത്രയും നീണ്ടു വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത് വായുസഞ്ചാരം കിട്ടാഞ്ഞിട്ടാ. എയർ കിട്ടിയാൽ അവിടെ തന്നെ വിരിയേണ്ടത് വെറുതെ അന്വേഷിച്ച് പോവാ, കൂൺ എവിടെയുള്ളത്, അല്ല വായു എവിടെയുള്ളത്, ഓക്സിജൻ എവിടെയുള്ളതെന്ന്. ഇത് അങ്ങോട്ട് സെറ്റപ്പായി വരുന്നേ ഉള്ളൂ. അല്ല, ഇതെല്ലാം ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇനിയും സ്ഥലം ഉണ്ടല്ലേ? ഇനി അവിടെ ഉണ്ട്, അതിൻ്റെ എടുത്ത് കളയാൻ സമയമായതാ. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യം കേടായെന്ന് പറഞ്ഞില്ലേ, അത് ഇട്ട്. പക്ഷേ കൂണ് കിട്ടി കേട്ടോ. കൂണ് വരുന്നുണ്ട്, അതാണ് അടിപൊളിയാ. ഇതിങ്ങനെ നിറച്ച് വെക്കും അല്ലേ ഇതിൻ്റെ അകത്ത്? ഇതിപ്പം കെട്ടി തൂക്കാറായതാ. ഇത് തന്നെ നല്ലൊരു സ്ഥലമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ 32,000 ഇതിൻ്റെ അകത്ത് ഇനി ചെയ്യാനുള്ള എക്സോസ് ഫാൻ മാത്രം മതിയില്ലേ? എക്സോസ് ഫാൻ വെച്ച് കൊടുക്കണം, പരിസരം വൃത്തിയാക്കണം, ഫ്ലോർ ഒന്ന് അടിപൊളിയാക്കണം, കുറച്ച് ഒന്ന് മാറ്റെല്ലാം ഇട്ടിട്ട് വൃത്തിയാക്കണം, കുറച്ചും കൂടി തുടക്കാൻ പറ്റണം. ഇത് തുടക്കാൻ തറ തുടക്കുന്നില്ലല്ലോ. ഇല്ല, തുടക്കണം. തറ നല്ല വൃത്തിയായാലും സ്മൂത്ത് ആക്കണ്ട, ഇതിന് മേലെ മാറ്റം കിട്ടിവിട്ടാൽ മതി. എന്നിട്ട് വെള്ളം ഇങ്ങനെ ലൈസോളോ ഡെറ്റോളോ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായില്ലേ? അതിനെക്കാട്ടും ഇതല്ലേ ഇതിൻ്റെ അകത്ത് നിന്ന് കൂൺ വിത്ത് താഴെ വീഴുന്നുണ്ട്. ഈ കൂണിൻ്റെ അകത്തുനിന്ന് വിത്ത് താഴേക്ക് വീഴുന്നുണ്ട്. ആ വീഴുന്ന വിത്ത് ഈ നിലത്തുണ്ട്. നമ്മളിത് ചവിട്ടി ഇതാക്കുന്ന ഇവിടെയൊക്കെ വിത്തുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ, വിത്തുണ്ട് നിലവിൽ ഇവിടെ. ഈ വിത്തിനെ നമ്മൾ ചവിട്ടി നടക്കുന്നതിലും നല്ലത് തുടച്ച് തുടക്കാം. അതെ, മാറ്റും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നന്നായില്ലേ? മാറ്റ് എടുക്കണ്ട, തുണിയെടുത്ത് തുടച്ചാൽ പോരെ എല്ലാ ദിവസവും. കാർപ്പറ്റ് ഇല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനം കമ്പോസ്റ്റ്. അടിപൊളി കമ്പോസ്റ്റ്. ഇത് മൊത്തം വേസ്റ്റ് അല്ലേ? മൊത്തം നമ്മുടെ വേസ്റ്റ് തന്നെ. അത് നമ്മുടെ പാൽക്കൂണാന്ന് തോന്നുന്നു. കൂണ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പറിച്ചതിന് ശേഷമുള്ളത് ഇവിടെ കൊണ്ടിടാറുണ്ട് അല്ലേ? നമ്മുടെ ക്ലീൻ ചെയ്തത് ഇതിൻ്റെ അകത്ത് കൊണ്ടിടും അല്ലേ? അപ്പുറത്തും ബാക്കിയുണ്ട്. ഇതെന്താ ചെയ്യാ? കമ്പോസ്റ്റ് എന്താ ചെയ്യാ? എന്താ മണ്ണിരെ കമ്പോസ്റ്റ് ആക്കാനാ? മണ്ണിര ഉണ്ടോ ഇതില്? ഇല്ല, ഇതിൻ്റെ അകത്ത് ഇട്ടില്ല. ഇത് ഭയങ്കര ചൂടാ. അപ്പോൾ ഇവിടുന്ന് എടുത്ത് ഇനി അപ്പുറത്തിടണം. ഇതാ ഈ ഐഡിയ ഒക്കെ പറഞ്ഞത്? ഇത് കണ്ടെന്നല്ലേ? അത് എനിക്ക് ഇന്ന് 38,000 രൂപ സബ്സിഡി കിട്ടിയതാ. സബ്സിഡി കിട്ടിയല്ലേ? അത്യാവശ്യം നല്ല ഇതായി. 85,000 രൂപ മുടക്കുണ്ട്. ചിലവ് വരും. നല്ല അടിപൊളിയായില്ലേ? വെള്ളം നനയില്ല, മഴ നനയില്ല, വൃത്തിയായി. അത്യാവശ്യം ഏരിയ ഉണ്ട്, ഇഷ്ടംപോലെ കൂണുണ്ട്. ഭക്ഷണം വീട്ടിലെ ഫുഡ് വേസ്റ്റ് എല്ലാം കൊണ്ടിടാമല്ലോ. ഫുഡ് വേസ്റ്റിന് വേറെ ഒരെണ്ണം ഉണ്ട്, ശരിക്കും ഇതുണ്ട്. ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു ഡ്രമ്മുണ്ട്. 10 കൊല്ലം നിന്നു. അവിടെ ചെന്ന് കടയായി, സൗദി ചെന്ന് സ്വന്തമായിട്ട് എന്ന് പറയാം. ചില കസ്റ്റമേഴ്സ് അങ്ങനെയാ. കുറേ നമ്മൾ രാജുവേട്ടനൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ ആഴ്ചയിൽ 1.5 ആഴ്ച ആകുമ്പോഴേക്ക് ഇങ്ങനെ ഓർഡർ തന്നുകൊണ്ടിരിക്കും.
പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഒന്നുമല്ല, ബാങ്കിൽ പോയിട്ട് അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് സ്ലിപ്പ് അയച്ചു തരുക. ഒരു റെഗുലർ ആക്ടിവിറ്റി പോലെ നമ്മളുമായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ നടക്കുന്ന കുറേ ബന്ധങ്ങളുണ്ട്. അപ്പം അവർക്കൊക്കെ ഇപ്പോൾ രാജുവേട്ടന് വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ ഒന്ന് ഭക്ഷണം കഴിച്ചില്ല, സമയത്ത് നേരത്തെ പറഞ്ഞില്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരാതികളാണ് പറയുന്നത്. അങ്ങനെയുള്ള കുറേ ബന്ധങ്ങളും അവരുടെ ആ സ്നേഹമാണ് നമുക്ക് ഭയങ്കരമായിട്ടൊരു കരുത്ത് നൽകുന്നത്.